ഇതാണ് നമ്മുടെ ചോപ്പർ. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഇതിലെ 3 ബ്ലേഡ് ഇങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ സവാള ഇതുപോലെ ചെറിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകൾ ഇതുപോലെ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കറക്റ്റായി ലോക്ക് ചെയ്ത് അടയ്ക്കാം. അതിനുശേഷം ഇതിന്റെ ഈ ഹാൻഡിൽ ഇങ്ങനെ പുൾ ഔട്ട് ചെയ്യാവുന്നതാണ്. സവാള മാത്രമല്ല, ക്യാരറ്റ്, ക്യാബേജ് അതുപോലെ എല്ലാം തന്നെ ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിത് കൂടുതലും തോരൻ ഒക്കെ അരിയാനാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പം നമുക്ക് കറണ്ട് ഇല്ലാത്തൊരു സമയത്ത് ഇതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട സാധനങ്ങൾ ഇതിൽ ചെറുതാക്കി അരച്ചെടുക്കാൻ വളരെ സഹായമാണ്. ഇതേപോലെ വളരെ ചെറുതായി ഇതിനകത്ത് ഇത്രയും പെട്ടെന്ന് അരിഞ്ഞു കിട്ടുന്നതാണ്. ഒരേ സമയം ഇതിലേക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഇടാതിരിക്കുക. ഒരുപാട് വെജിറ്റബിൾസ് ഇടുന്നത് മൂലം ഇതിന്റെ ബ്ലേഡ് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.